بسم الله الرحمن الرحيم. وإذ قال موسى لفتاه لا أبرح. സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഓതണം കേട്ടോ. ലാ അബ്റഹു ഹത്താ അബ്ലുഗ مجمع البحرين أو أمضي حقبا فلما بلغا مجمع بينهما نسيا حوتهما فاتخذ سبيله في البحر سربا. وإذ قال موسى لفتاه لا أبرح حتى أبلغ مجمع البحرين أو أمضي حقبا فلما بلغا مجمع بينهما نسيا حوتهما فاتخذ سبيله في البحر سربا നമ്മൾ എവിടം വരെ അർത്ഥം പറഞ്ഞു? പറഞ്ഞിട്ടില്ലല്ലേ? ഓക്കെ. നോക്ക്. അപ്പം എന്താ വൈദ്ക്കാല അത് തുടക്കത്തിലുള്ള ഇസ്തിനാഫിയായ വാവ് എന്ന് പറയും. ഇബ്തിദായിയായ വാ, തുടക്കത്തിലുള്ള ഒരക്ഷരമാണ്. എന്താ ഇതിന് നമ്മൾ പറഞ്ഞ്
സന്ദർഭം ഇത്. വദ്കുർ ഇത് എന്നാണ്. വദ്കുർ നീ സ്മരിക്കുക, വദ്കുർ ഉദ്കുർ നീ ഓർക്കുക, നീ സ്മരിക്കുക. ഇത് കാല, ഇത് കാല പറഞ്ഞ സന്ദർഭം. ഹീന എന്ന മാനയാണ് ഇതിന്. ഹീന സന്ദർഭം, വക്ത് സമയം, സന്ദർഭം. ഇത് കാല പറഞ്ഞു, പറഞ്ഞ സന്ദർഭം. കാല പറഞ്ഞു. ആര് പറഞ്ഞു? മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം. ലി ഫതാഹു ആരോട്? അദ്ദേഹത്തിൻ്റെ ഭൃത്യനോട്. ലി ഫത്ത, ഫത്ത എന്ന് പറഞ്ഞാൽ യുവാവ്, ഖാദിമ്, ഭൃത്യൻ എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ഭൃത്യൻ എന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹത്തിൻ്റെ സേവകനോട്, അദ്ദേഹത്തിൻ്റെ ഖാദിമിനോട്. ലി ഫത്ത ഹു, ഈ ഹു എങ്ങോട്ടാണ് മടങ്ങുന്നത്? ഈ ഹു മൂസയിലേക്കാണ് മടങ്ങുന്നത്. ഫത്ത മൂസ, മൂസയുടെ ഭൃത്യൻ. ലിഫത്ത മൂസ, മൂസയുടെ ഭൃത്യൻ. മൂസ പറഞ്ഞു, മൂസാ നബി പറഞ്ഞു മൂസയുടെ ഭൃത്യനോട് പറഞ്ഞ ലിഫത്താഹു അദ്ദേഹത്തിൻ്റെ ഭൃത്യനോട് പറഞ്ഞു. അപ്പോൾ ഇത് പറയാനുണ്ടായ സാഹചര്യം നമ്മൾ പറഞ്ഞില്ലേ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനി ഇസ്രായേലിൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ജനങ്ങൾ കേട്ടു. പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ഭൂമിയിൽ ഏറ്റവും അധികം ഇൽമുള്ള ആൾ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ മൂസാ നബി അദ്ദേഹത്തിൻ്റെ അറിവ് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനാണ്. അപ്പം അത് പറഞ്ഞത് ആർക്ക് ഇഷ്ടപ്പെട്ടില്ല? അള്ളാഹുവിന് അത് അതൃപ്തികരമായി തോന്നി എന്നാണ്, അനിഷ്ടമായി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറഞ്ഞു, അല്ല, ഇവിടെ മജ്മഉൽ ബഹ്റൈനിൽ ഒരു ആൾ ഉണ്ട്, അദ്ദേഹമാണ് താങ്കളെക്കാളും വിവരമുള്ള ഒരാൾ. അദ്ദേഹം താങ്കളെക്കാൾ വിവരമുണ്ട് എന്ന് പറയുമ്പോൾ മൂസാ നബി തന്നെയാണ് വിവരമുള്ള ആൾ. ഇപ്പം ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നമ്മൾ വിശദീകരിക്കും, നമ്മൾ വരും ആ ഭാഗത്ത്. ചില സംഗതികൾ മൂസാ നബിക്ക് അറിയാത്ത ചില സംഗതികൾ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന് അറിയാത്ത സംഗതികൾ ആർക്കും അറിയാം? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും അറിയാം. അപ്പോൾ നമ്മൾ വിശദീകരിക്കും അത്. അപ്പോൾ ഫത്തയോട് പറഞ്ഞു. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ചവനോട് പറഞ്ഞു, പടച്ചവനെ, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം, ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തിലേക്ക് എത്തിച്ചേരുക, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവുക? അപ്പോൾ അള്ളാഹു മൂസാ നബിയോട് പറഞ്ഞു, മൂസ, ഒരു ഹൂത്തിനെ, ഒരു മത്സ്യത്തെ നീ വഹിക്കണം, കൊണ്ടുപോകണം. ഒരു മിക്തൽ, ഒരു കൊട്ടയിൽ, ഒരു സെല്ലത്തിൽ ഒരു മത്സ്യത്തെ നീ വഹിക്കുക. അപ്പോൾ അത് എവിടെ വെച്ചാണോ നിനക്ക് നഷ്ടപ്പെടുന്നത് അവിടെ വെച്ച് ആരെ കാണാൻ പറ്റും? നിനക്ക് ഈ പറഞ്ഞ ഈ അബ്ദിനെ, ഈ അടിമയെ നിനക്ക് കാണാം. അപ്പം അതിനെ സംബന്ധിച്ച് ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്, പല ഹദീസുകളിലും വന്നിട്ടുണ്ട്. ആ മത്സ്യം ചത്ത മത്സ്യമായിരുന്നു, അതിൽ നിന്ന് അവർ ഭക്ഷിക്കാറുണ്ടായിരുന്നു, അത് ഉപ്പിലിട്ട മത്സ്യമായിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള മത്സ്യം നഷ്ടപ്പെടുന്നത് എങ്ങനെ? അത് പിന്നെ സമുദ്രത്തിലേക്ക്, കടലിലേക്ക് ചാടി എന്നൊക്കെയാണ് പറയുന്നത്. അത് പറയുന്നുണ്ട്, ശേഷം വരുന്നുണ്ട്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഫത്തയോട് പറഞ്ഞ സന്ദർഭം, ലാ അബ്റഹു, ലാ അബ്റഹു. ലാ എന്ന് പറഞ്ഞാൽ എന്തല്ല? ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് എൻ്റെ മീനിങ്. ലാ, ഇല്ല. ലാ അബ്റഹു എന്ന് പറഞ്ഞാൽ ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ്. ഞാൻ എന്തു ചെയ്യും? തുടർന്നുകൊണ്ടേയിരിക്കും. അസ്തമിറു എന്നാണ് അതിൻ്റെ മാന, അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, അതെങ്ങനെ ശരിയാകുക? അപ്പോൾ ലാ അബ്റഹു എന്ന് പറഞ്ഞാൽ ഞാൻ തുടരുക, ഇല്ല എന്നല്ലേ പറയേണ്ടതെന്ന് ചോദിക്കും അല്ലേ? അപ്പോൾ ലാ എന്നല്ലേ? ലാ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നല്ലേ? അപ്പോൾ ലാ അബ്റഹു എന്ന് പറയുമ്പോൾ അതിൻ്റെ ശരിക്കുള്ള മീനിങ് എങ്ങനെ ആയിരിക്കണം? ഞാൻ തുടരുകയില്ല എന്ന് പറയണം. അപ്പോൾ അറബി ഭാഷയിൽ ചില ക്രിയകൾ, ചില ഫീലുകൾ, ഇങ്ങനെയുള്ള ചില ഫീലുകളുണ്ട്.
അതിനെ ഫേല് നാക്കിസായ ഫീൽ എന്ന് പറയുക. നാക്കിസായ ഫീലുകൾ കാന, സാറ, ലൈസ, അസ്ബഹ, ഹംസ, അൽഹ, അല്ല, ബാത്ത, മാസാല, മാബരിഹ, മാഫത്തിയ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ലാ മാറ്റിക്കഴിഞ്ഞാൽ നെഗറ്റീവ് മീനിങ് വരുമെന്നാണ്. പോസിറ്റീവ് മീനിങ് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ലാ വേണം. അപ്പം ലാ അബ്രഹു എന്ന് പറഞ്ഞാൽ ഞാൻ തുടർന്നുകൊണ്ടേ ഇരിക്കും. അങ്ങനെ ചില ഫേലുകൾ, ക്രിയകൾ അറബി ഭാഷയിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി, നമ്മളതിലേക്ക് പോകുന്നില്ല. അതിൽ പെട്ടതാണെന്ത്? മാ ബരിഹ. മാ ബരിഹ അതിൻ്റെ മുളാരിയാണ്, അതിൻ്റെ വർത്തമാനകാലമാണെന്ത്? ലാ അബ്റഹു. മാ ബരിഹ തുടർന്നുകൊണ്ടേയിരുന്നു. ലാ അബ്റഹു തുടർന്നുകൊണ്ടേ ഇരിക്കും. അപ്പം ഞാൻ തുടരും, ഞാൻ പോയിക്കൊണ്ടേയിരിക്കും, ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും. എന്ത് തുടർന്നുകൊണ്ടേയിരിക്കും? ഹത്ത അബുലുക എന്നാണ് അതിന് ശേഷം പറയുന്നത്. ഹത്ത അബുലുക. ഹത്ത അബുലുക എന്ന് പറഞ്ഞാൽ ഞാൻ എത്തുന്നത് വരെ എന്നാണ്. ഞാൻ എത്തുന്നത് വരെ എന്ത് തുടരും? അവിടെ പറയാൻ പറ്റിയ ഒരു ഫീൽ എന്താ? ഒരു സംഭവം എന്താ? സഫറാണ്. അതാ ആ അടുത്ത ശേഷമുള്ള വാചകത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതവിടെ പറഞ്ഞിട്ടില്ല. ലാ അബ്റഹു ഞാൻ തുടർന്നുകൊണ്ടേ ഇരിക്കും. എന്ത്? സഫർ. ലാ അബ്റഹു വസീറു ഞാൻ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കും. ലാ അബ്റഹു അത് ഹദ്ഫ് ചെയ്താണ്, കളഞ്ഞതാണത്. ലാ അബ്റഹു അസീറു എന്നാണ്. അസീറു സൈർ, യാത്ര. ഞാൻ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ മൂസാ നബി വൃത്തിനോട് പറയുകയാണ്, പഴയ കാലമാണ്, വാഹനമില്ല, ട്രെയിനോ പ്ലെയിനോ ബസ്സോ വാഹനമോ ഒന്നുമില്ല. എങ്ങനെ പോകണം? നടന്നു പോകണം. ലാ അബ്റഹു ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും, ഞാൻ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ഹത്ത അബുലുക. ഹത്ത അബുലുക. ഹത്ത എന്ന് പറഞ്ഞാൽ ഒരു ഹർഫാണത്. ഹത്ത. ഹത്ത വരെ എന്നാണ് അർത്ഥം. വരെ ഒരു ഹർഫ് ഗായത്ത്, ഒരു അറ്റം. അറ്റത്തെ സംബന്ധിച്ചാണ് അറ്റം. ഒരു ഫ്രം ടു എന്ന് പറയില്ലേ, അതാണ് ഹത്ത. ഒരു സ്ഥലം, നിശ്ചിത സ്ഥലം വരെ. ഹത്ത വരെ. ഹർഫു ജറിൻ്റെ ഹർഫായിട്ടാണ് പറയുന്നത്. ഹത്ത അബുലുക. ഹത്ത അബുലുക. അബുലുക എന്നുള്ളത് ക്രിയയാണ്. അബുലുക. ബലഗ എന്ന് പറഞ്ഞാൽ എത്തി. ബലഗ എത്തി. അബുലുഗു ഞാൻ എത്തുന്നു, ഞാൻ എത്തിച്ചേരുന്നു. അബുലുഗു. അബുലുഗ എന്നാണ് ഇവിടെ പറഞ്ഞത്. അബുലുഗ. ഹത്തക്ക് ശേഷം ഒരു അന്നുണ്ട്. ഹത്തക്ക് ശേഷം ഒരു അൻ. ഈ അന്ന് വന്നു കഴിഞ്ഞാൽ ആ ക്രിയക്ക് നെസ്ബ് ചെയ്യണമെന്നാണ്. അബുലുഗ എന്ന് പറയണം. അവിടെ ഹൂന്നോ ഹീന്നോ ഒന്നും പറയാൻ പാടില്ല. അബുലുഗ. പക്ഷെ ആ അന്ന് മുളുമറത്താണ്, അവിടെ മറഞ്ഞു നിൽക്കുകയാണ്. ഹത്ത അബുലുഗ. ഇപ്പം ഇത് പറയുമ്പോൾ ചില ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അത് ഞാൻ അർത്ഥം പറയാൻ പെട്ടെന്ന് ഞങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ വന്നതെന്നുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ്. അത് നിങ്ങൾ പഠിക്കണമെന്നില്ല, ഞങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഹത്ത അബുലുഗ ഞാൻ എത്തിച്ചേരുന്നത് വരെ. എത്തുക എന്നതിന് വേറെ എന്തെങ്കിലും പദമുണ്ടോ? വസല. എന്താണ്? വസല, എത്തി. ഹത്ത അസില ഞാൻ എത്തുന്നത് വരെ. ഹത്ത അസില ഞാൻ എത്തുന്നത് വരെ. ഹത്ത അബുലുഗ. ഹത്ത അസില ഞാൻ എത്തുന്നത് വരെ ഞാൻ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും, സ്റ്റോപ്പ് ചെയ്യൂല. അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യമാണ്. ഇൽമ് നേടാൻ വേണ്ടി ഞാൻ പോവും. എനിക്ക് അദ്ദേഹത്തെ കാണണം. എനിക്ക് അദ്ദേഹത്തെ കണ്ടിട്ട്
അദ്ദേഹത്തിലുള്ള ഇൽമ് എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് കരസ്ഥമാകണം. ആ ദൃഢമായിട്ടുള്ള ദൃഢനിശ്ചയമാണ്. ഹത്ത അബുലുക, ഞാൻ എത്തുന്നത് വരെ. എവിടെ എത്തുന്നത് വരെ? മജ്മഅൽ ബഹ്റൈനി. എന്താ മജ്മ? മജ്മ എന്ന് പറഞ്ഞാൽ ജമാ. ജമാ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടി എന്നാണ് ജമാ. ഇജ്തിമാ എന്നേ. ഇജ്തിമാ എന്താ? ഇജ്തിമാ മീറ്റിംഗ്. മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരാളാണോ മീറ്റിംഗ്? അല്ല, കൂടി ചേർന്നിട്ടാണ് അല്ലേ? ഒരുമിച്ച് കൂടിയിട്ടാണ് മീറ്റിംഗ്. അതുകൊണ്ടാണ് ഇജ്തിമാ എന്ന് പേര് വന്നത്. ഇജ്തിമാ സാധാരണ കൊളോക്കിയൽ ഭാഷയിൽ ഇജ്തിമാ എന്നാണ് പറയുക. ഇജ്തിമാ മീറ്റിംഗ്. അപ്പം ജമാ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടി. ഒരുമിച്ച് കൂട്ടി, അതാണ് ഒരുമിച്ച് കൂട്ടി. അപ്പോൾ മജ്മ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടുന്ന സ്ഥലം. ഇസ്മു മക്കാനാണ് മജ്മ. ഒരുമിച്ച് കൂടുന്ന സ്ഥലം ഇസ്മു മക്കാനാണ്. ജലസ എന്ന് പറഞ്ഞാൽ എന്താ? ജലസ ഇരുന്നു. മജ്ലിസോ ഇരിക്കുന്ന സ്ഥലം. കണ്ട, മജ്ലിസ്, മജ്മ, അതൊക്കെ ആ രൂപത്തിലാണ് വരിക. മജ്ലിസ് ഇരിക്കുന്ന സ്ഥലം. അപ്പം മജ്മ ഒരുമിച്ച് കൂടുന്ന സ്ഥലം. അപ്പം ഹത്ത അബുലുക, ഞാൻ എത്തിച്ചേരുന്നത് വരെ ഞാൻ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. എവിടെ എത്തിച്ചേരുന്നത് വരെ? മജ്മഅൽ ബഹ്റൈനി. മജ്മഅൽ ബഹ്റൈനി. ബഹർ എന്താ? കടൽ, സമുദ്രം, സാഗരം ഒക്കെയാണ് ബഹർ. ഇവിടെ ബഹ്റാനി എന്നാണ്. ബഹ്റാൻ എന്ന് പറയുന്നത് രണ്ട് കടലാണ്. ബഹ്റാനി. ഇവിടെ ബഹ്റൈനി എന്ന് പറഞ്ഞാൽ അല്ലേ? രണ്ട് കടലിന് അങ്ങനെയും പറയാം. ബഹ്റൈനി. ഇവിടെ ഇലാഫത്ത് ചെയ്ത ബഹ്റൈനിലേക്ക് മജ്മഅനെ കൂട്ടിയതാണ്. അപ്പോൾ അവിടെ അങ്ങനെ പറയാം. ബഹ്റാനി എന്നല്ല, ബഹ്റൈനി. അപ്പം രണ്ട് കടലുകൾ, രണ്ട് സമുദ്രങ്ങൾ. അപ്പം മജ്മഅൽ ബഹ്റൈൻ്റെ അർത്ഥം എന്താ? രണ്ട് സമുദ്രങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് ഞാൻ എത്തുന്നത് വരെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കും. മനസ്സിലായില്ലേ? രണ്ട് സമുദ്രങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് ഞാൻ എത്തുന്നത് വരെ ഞാൻ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. കണ്ട, ഇത് ലാസ്റ്റിൽ നിന്നും മുന്നിലേക്കാണ് അർത്ഥം വെക്കേണ്ടത്. അറബി ഭാഷയിലെ അധിക സെൻറ്റൻസും നമ്മൾ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യുന്നത് അവിടെ നിന്ന് എന്ത് ചെയ്യണം? നേരെ റിവേഴ്സ് ചെയ്യണം. അധികം അങ്ങനെ വരിക. ഇവിടെ അങ്ങനെ തന്നെയാണ്. രണ്ട് കടലുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് ഞാൻ എത്തുന്നത് വരെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കും എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ഭൃത്യനോട് പറഞ്ഞ സന്ദർഭം നീ ഓർക്കുക. ഔ എന്താ? ഔ അല്ലെങ്കിൽ. ഔ അല്ലെങ്കിൽ. ഒന്നുകിൽ ഞാൻ രണ്ട് കടലുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം വരെ എന്തു ചെയ്യും? യാത്ര ചെയ്യും. ഒന്നുകിൽ ഔ അല്ലെങ്കിൽ അംലിയ ഹുക്കുബ. അംലിയ ഹുക്കുബ. മല. മല. മല എന്ന് പറഞ്ഞാൽ നടന്നു. മല. കത് മല മാമല എന്ന് കേട്ടില്ലേ? കത് മല മാമല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, നടന്നു എന്നൊക്കെ അർത്ഥമുണ്ട്. മല കഴിച്ചുകൂട്ടി എന്നൊക്കെ അർത്ഥമുണ്ട്. മാലി അതെ, കഴിഞ്ഞു. അപ്പോൾ അംലി, മല അംലി, ഞാൻ നടക്കും. ഇവിടെ അർത്ഥം ഞാൻ നടക്കും, ഞാൻ കഴിച്ചുകൂട്ടും, ഞാൻ നടക്കും. ഔ അല്ലെങ്കിൽ അംലിയ, അല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും? നടക്കും, ഞാൻ പോകും, ഞാൻ നടക്കും. ഹുക്കുബ. ഹുക്കുബ. ഈ ഹുക്കുബ എന്നുള്ള പദം നിങ്ങൾ വേറെ എവിടെയും കേൾക്കണ്ട. ഇപ്പം ഈ സൂറത്തു നബയിലൊരു പദമുണ്ട്, ഇന്ന ജഹന്നമ കാനത്ത് മിർസാദ ലിത്താഗീന മാബ ലാബിസീന ഫിഹ
അഹ്കാബാണ്. അഹ്കാബ എന്ന് പറഞ്ഞാൽ ഹുക്കുബിൻ്റെ ജമ്മാണ്. ഹുക്കുബ് എന്ന പദത്തിൻ്റെ ബഹുവചനമാണത് അഹ്കാബ്. ഹുക്കുബ് എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ, സമനുൻ തവീൽ, നീണ്ട കാലം. സമനുൻ തവീൽ, ദീർഘകാലമെന്നാണ് ഹുക്കുബ്. അപ്പോൾ അത് പണ്ഡിതന്മാർ പല രൂപത്തിലും അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അഹ്കാബ എന്ന് പറഞ്ഞാൽ യുഗങ്ങളോളം നേടില്ലേ, നരകത്തിൽ അവർ നീണ്ട കാലങ്ങളോളം, അതിന് ക്ലിപ്തതയില്ല. പക്ഷെ ചില ആളുകൾ മുഫസ്സിരീങ്ങളൊക്കെ അതിന് പറഞ്ഞിട്ടുള്ളത്, അധികവും പറഞ്ഞിട്ടുള്ളത് ഹുക്കുബ എന്ന് പറഞ്ഞാൽ സമാനൂന സന എന്നാണ്. സമാനൂന സന എന്ന് പറഞ്ഞാൽ എത്രയാണ്? സമാനൂന സന 80 വർഷം. 80 വർഷം എന്നാണ് അധിക പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. 80 വർഷം അല്ലെങ്കിൽ സബഊന ഖരീഫ, 70 വർഷം. അങ്ങനെയൊക്കെയാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ യുഗങ്ങളോളം എന്ന് പറഞ്ഞാൽ നീണ്ട കാലം, നീണ്ട വർഷങ്ങളോളം ഞാൻ എന്തു ചെയ്യും? ഞാൻ നടക്കും. അപ്പോൾ ഒന്നുകിൽ മജ്മഉൽ ബഹ്റൈൻ എത്തുന്നത് വരെ ഞാൻ സഞ്ചരിക്കും, എൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കും. ഇനി അങ്ങനെ അല്ലെങ്കിൽ നീണ്ട കാലഘട്ടം ഞാൻ എന്തു ചെയ്യും? ഞാൻ നടന്ന് ആരന്വേഷിക്കും? ഈ അടിമ, ഈ അബ്ദിനെ, ഈ പറഞ്ഞ ആളെ ഞാൻ എന്തു ചെയ്യും? ഞാൻ അദ്ദേഹത്തെ ഞാൻ അന്വേഷിച്ച് പോകുമെന്നാണ്. അപ്പോൾ ഇതിൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മജ്മഉൽ ബഹ്റൈനാണ്. മജ്മഉൽ, 2 കടലുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം. അപ്പോൾ അതിൽ പല അഭിപ്രായങ്ങളുണ്ട്. അതിൽ ഏറ്റവും എല്ലാ തഫ്സീറുകളിലും വന്ന ഒരു അഭിപ്രായമാണ് ബഹ്റുർ റൂം വ ബഹ്റു ഫാരിസ്. റോമ സമുദ്രവും റോമ കടലും ബഹ്റു ഫാരിസ് പേർഷ്യൻ കടലും. പേർഷ്യൻ കടലും റോമ കടലും ഒരുമിച്ച് കൂടുന്ന സ്ഥലം എന്നാണ് അധിക മുഫസ്സിറുകളിലും അധിക തഫ്സീറുകളിലും പ്രധാനമായി കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ വിഷയത്തിൽ ഒരുപാട് അഭിപ്രായമുണ്ട്. പേജുകളോളം പണ്ഡിതന്മാർ ഈ മജ്മഉൽ ബഹ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഇഫ്രീഖിയ, ആഫ്രിക്കയിലാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, അർമേനിയയിലാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പല പല അഭിപ്രായമുണ്ട്. പക്ഷെ അതിൽ എന്താണെന്ന് വെച്ചാൽ അതിൽ കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായം ഖുർആനിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലോ വന്നിട്ടില്ല. ഖുർആനിൽ ഇപ്പം എന്തേ പറഞ്ഞിട്ടുള്ളൂ? മജ്മഉൽ ബഹ്റൈൻ. അതെവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പം അതുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. അപ്പോൾ ഖുർആനിൽ അങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസത്തിന് ഒരു കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചിട്ടില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പിന്നാലെ എന്ത് ചെയ്യണ്ട? കൂടണ്ട. അതെ, മൂസാ നബി ഇപ്പോൾ അമാനി മൗലവിയുടെ പരിഭാഷയിലേക്ക് കൊടുത്തിട്ടുള്ളത് സീനാ താഴ്വര സ്ഥിതി ചെയ്തത്. അമാനി മൗലവി കൂടുതലും അതിൽ അർജഹായിട്ട് ഏറ്റവും പ്രബലമായ അഭിപ്രായമായി പറഞ്ഞിട്ടുള്ളത് ഖലീജ് അൽ അഖബ എന്ന് പറഞ്ഞാൽ അഖബ കടലിടുക്ക്, ഗൾഫ് ഓഫ് അഖബ, ഗൾഫ് ഓഫ് അഖബയുടെയും ഖലീജ് സൂയസ് കടലിടുക്കിൻ്റെയും ഒത്തുചേരുന്ന ഭാഗത്താണ് മജ്മഉൽ ബഹ്റൈൻ എന്നാണ്. കാരണം ഈ ഭാഗത്താണ് എന്തുള്ളത്? സീന താഴ്വരയുള്ളത്. സീനാ താഴ്വരയിലാണ് ആര് താമസിക്കുന്നത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൗമ് താമസിച്ചിരുന്നത്. ഇന്നും അത് പണ്ഡിതന്മാർ ഗവേഷണമൊക്കെ ചെയ്ത് റിസർച്ച് ചെയ്ത് ആ സ്ഥലമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട്. പല അഭിപ്രായങ്ങളും ആ വിഷയത്തിൽ വന്നിട്ടുണ്ടെങ്കിലും അമാനി മൗലവി എടുത്തു കൊടുത്ത അഭിപ്രായം അതാണ് കേട്ടോ. അതാണ് കൂടുതൽ അഭികാമ്യമായിട്ട് നമുക്ക് തോന്നുന്നത്. ഐല എന്നാണ് അതിൻ്റെ ആ സ്ഥലത്തിൻ്റെ പേരെന്നാണ്. ഐല. അത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ അവിടെ? ഈജിപ്തിലൊക്കെ പോയാൽ ആ സ്ഥലം ഇന്ന് റസ് മുഹമ്മദ് എന്ന പേരിലാണ് ഈജിപ്തിൽ. റസ് മുഹമ്മദ് എന്ന പേരിൽ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അങ്ങോട്ടേക്ക് യാത്ര ബസ്സിൽ പോകാൻ പറ്റുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതാണ് മജ്മഉൽ ബഹ്റൈൻ. അപ്പം അത് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഉലമാഉകൾ മുഖ്തലിഫൂന ഫി തഅയീനിൽ ബഹ്റൈൻ, 2 ബഹ്റൈൻ ഏതാണ് എന്ന് നിർണ്ണയിക്കുന്നതിൽ, സ്പെസിഫൈ ചെയ്യുന്നതിൽ പണ്ഡിതന്മാർ ഭിന്നിച്ചിട്ടുണ്ട്. ഫദഹബ അക്സറുഹും ഇല അന്നഹുമ ബഹ്റു ഫാരിസ്, അധിക ആളുകളും പോയിട്ടുള്ളത് അത് പേർഷ്യൻ കടലാണ്. അതേപോലെ തന്നെ ബഹ്റുർ റോം, റോമ കടലാണ്, അത് ഒത്തുചേരുന്ന സ്ഥലമാണെന്നൊക്കെയാണ് അധിക പണ്ഡിതന്മാരും പോയിട്ടുള്ളത്.
എന്നിട്ട് അദ്ദേഹം ഇമാം ഷിൻഗീത്തി റഹ്മത്തുള്ളാഹി അവസാനം പറയുന്നത്, നമ്മളതിൻ്റെ പിന്നാലെ കൂടേണ്ട ആവശ്യമില്ല. അപ്പം മഅലൂമുൻ, അദ്ദേഹം ദലീലുൻ ലാ ദലീലുൻ അലൈഹി മിൻ കിതാബിൻ വല സുന്ന. അള്ളാഹുവിൻ്റെ കിതാബിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലോ അതിലെന്തില്ല, തെളിവ് ഇല്ല. അതാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഓക്കെ. അപ്പോൾ അബുലുഗ മജ്മഅൽ ബഹ്റൈൻ, മജ്മഅൽ ബഹ്റൈനിൽ എത്തുന്നത് വരെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ഔ അംലിയ ഹുക്ബ, അല്ലെങ്കിൽ ഞാൻ യുഗങ്ങളോളം നീണ്ട കാലം ഞാൻ എന്ത് ചെയ്യും? ഞാൻ സഞ്ചരിക്കുമെന്നാണ്. അപ്പോൾ ഇൽമ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൽമ് നമ്മളിലേക്ക് വരില്ല, നമ്മൾ ഇൽമിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ പോകണം. ഇൽമ് ഒരിക്കലും നമ്മുടെ അടുത്തേക്ക് വരില്ല, ഇൽമ ഉള്ളിടത്തേക്ക് നമ്മൾ പോകണം. ഇപ്പം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ഇൽമുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം, അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഇൽമുമായി ബന്ധപ്പെട്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞാണ്, ഒരു മനുഷ്യന് ഇൽമു നേടണമെങ്കിൽ ആ മനുഷ്യനിൽ ഉണ്ടായിരിക്കേണ്ട 6 ഗുണങ്ങൾ അദ്ദേഹം പറയുന്നു. ഒരു കവിതാ രൂപത്തിൽ അദ്ദേഹം പറയുന്നു, അഹി ലൻ തനാലൽ ഇൽമ ഇല്ലാ ബിസിത്തത്തിൻ, എൻ്റെ സഹോദര, 6 സംഗതികൾ കൊണ്ടല്ലാതെ ഇൽമു നേടാൻ കഴിയില്ല. അല്ല അദ്ദേഹം പറയുന്നത്, സ ഉൻബീക അൻ തഫ്സീലിഹാ ബി ബയാനി, ഞാൻ നിനക്കത് വിശദീകരിച്ച് തരാം, അതിനെ ഞാൻ നിനക്ക് ബയാൻ ചെയ്ത് തരാം, എന്തൊക്കെയാണെന്നുള്ളത് ഓരോന്ന് വേർതിരിച്ച് പറഞ്ഞു തരാം. ഒന്ന് ദക്കാ ഉൻ, ദക്കാ എന്ന് പറഞ്ഞാൽ എന്താ? ദക്കാ എന്ന് പറഞ്ഞാൽ ബുദ്ധി, ദക്കാ ബുദ്ധി, ദക്കാ. അപ്പോൾ ഇൽമ് കരസ്ഥമാക്കണം എന്ത് വേണം? നമുക്ക് ദക്കാ വേണം, അല്പം ഒരു ഗ്രാഹ്യ ശക്തി വേണമെന്നാണ്. അത് മനസ്സിലാക്കാൻ സാധാരണ ഈ പഠനത്തിനൊക്കെ അധികവും പണ്ട് കാലങ്ങളിലൊക്കെ അയച്ചിരുന്നത് ആരെയാണ്? വീട്ടിൽ ഒന്നും പഠിക്കാത്തൊരു കുട്ടിയുണ്ടെങ്കിൽ അവനെ പിടിച്ച് എന്ത് ചെയ്യും? മറ്റവനെ ഡോക്ടറും ആക്കും, അല്ലെങ്കിൽ എഞ്ചിനീയറും ആക്കും, അല്ലേ? ഒന്നും പഠിക്കാത്ത, ഒരു അധികം ബുദ്ധിയൊന്നും ഇല്ലാത്തവനാണെങ്കിൽ അവനെ പിടിച്ച് എന്ത് ചെയ്യും? ഒരു അനുസരണക്കേടുള്ള, പറഞ്ഞാൽ കേൾക്കാത്ത അവനെ വിളിച്ച് പള്ളി ദർശി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? അവിടെ കൊണ്ടുപോയി ആക്കും. അവസ്ഥ ഇവനെ ഒന്ന് നന്നാക്കി എടുക്കണമെന്ന് പറയും, അല്ല. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ ദീനാണ്, അള്ളാഹിൻ്റെ ദീനാണ് നമ്മൾ അള്ളാഹിൻ്റെ ദീൻ, അള്ളാഹുവിൻ്റെ കലാമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മഹത്വം നമ്മൾ കുറച്ച് കാണാൻ പാടില്ല. അപ്പം ബുദ്ധിയുള്ള, ഗ്രാഹ്യശേഷിയുള്ള ഇത് ഒരു പ്രധാന ഘടകമാണെന്നാണ് ദക്കാ. രണ്ടാമത് വേണ്ട എന്താ? ഹിർസ്. ഹിർസ് എന്ന് പറഞ്ഞാൽ എന്താ? ആഗ്രഹം, അങ്ങേയറ്റത്തെ ആഗ്രഹം. ദക്കാ ബുദ്ധി, ഹിർസ് അങ്ങേയറ്റത്തെ ആഗ്രഹമാണെന്നാണ്. ഇവിടെ മൂസാ നബിക്ക് അതുണ്ട്, അല്ലേ? മൂസാ നബിക്ക് അത് കണ്ട് നമ്മൾ, അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് പറഞ്ഞത്? അത്ത അബ്ലുഗ മജ്മഅൽ ബഹ്റൈനി ഔ അംലിയ ഹുക്ബ, ഔ അംലിയ ഹുക്ബ എന്നാണ്. അംലിയ ഹുക്ബ എന്ന് പറഞ്ഞാൽ എന്താ? നീണ്ട വർഷങ്ങളോളം ഞാൻ എന്ത് ചെയ്യും? ഞാൻ യാത്ര ചെയ്യും. നീണ്ട വർഷം അദ്ദേഹത്തെ എനിക്ക് കാണണം, അദ്ദേഹത്തെ കണ്ടേ പറ്റൂ. അദ്ദേഹത്തിലുള്ള ഇൽമ എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് നേടിയെടുക്കണം. അപ്പോൾ യാത്ര പോകേണ്ടി വരും. ചില മക്കളുണ്ട് വീട്ടിൽ തന്നെ താമസിക്കുള്ളൂ, ഉമ്മ വെക്കുന്ന പുട്ടേ അവൻ എന്ത് ചെയ്യുള്ളൂ? കഴിക്കുള്ളൂ. വീട്ടിലെ കിണറ്റിൽ എന്ത് ചെയ്യുള്ളൂ? കുളിക്കുള്ളൂ, അല്ലേ? വീടിൻ്റെ പുറത്തേക്ക് പോകില്ല. എപ്പോഴും ഉമ്മാൻ്റെ കൂടെ വാപ്പാൻ്റെ കൂടെ തന്നെ. ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് എന്ത് ചെയ്യണം? എനിക്ക് ഉമ്മാനെ കാണണം, അല്ലേ? എനിക്ക് വാപ്പാനെ കാണണം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് വാശി പിടിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും. വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുക, യാത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ യാത്ര ചെയ്യുക, അടുത്ത് ഉള്ള ഇൽമുകൾ ഉണ്ടെങ്കിൽ അവിടെ കരസ്ഥമാക്കുക. പുറത്താണ് ഇൽമെങ്കിൽ ആ ഇൽമു നമ്മൾ തേടി പോവുക. അതുകൊണ്ടാണ് ഇപ്പോൾ പല ആളുകളും, അല്ലേ, കാനഡയിൽ പോയി ഇൽമു നേടുന്ന ആളുകളില്ലേ? ഭൗതികമായ വിദ്യാഭ്യാസം അവിടെയാണുള്ളത്, അവിടെയാണ് നല്ല സാഹചര്യം. അപ്പോൾ നമ്മൾ പണം മുടക്കും. അത് അങ്ങേറ്റത്തെ ആഗ്രഹമുണ്ട്. ആഗ്രഹം അനുസരിച്ചിട്ടാണ് നമുക്ക് അതിനോട് താല്പര്യം വരിക. എത്രത്തോളം ആഗ്രഹമുണ്ടോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കുന്നത്. പിന്നെന്താ? വജിത്തിഹാദുൻ. എന്താണ് വജിത്തിഹാദ്? ജിത്തിഹാദ് എന്ന് പറഞ്ഞാൽ പരിശ്രമം. ജിത്തിഹാദ് പരിശ്രമം. പരിശ്രമം വേണമെന്നാണ്. ആഗ്രഹമുണ്ട്, പക്ഷെ എന്തില്ല? പരിശ്രമം ഇല്ലെങ്കിലോ? പരിശ്രമം.
ജോലി നമുക്കൊരാഗ്രഹമായിരുന്നു, അങ്ങേയറ്റത്തെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ജോലി കിട്ടാൻ പരിശ്രമിച്ചത്. എത്ര ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടാവും, എത്ര CV കൊണ്ട് നടന്നിട്ടുണ്ടാവും ചൂടത്, എവിടെയൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഇജ്തിഹാദാണ്. അത് നമുക്ക് ആഗ്രഹമാണ്, നമുക്ക് ജോലി നേടിയേ പറ്റൂ. എൻ്റെ പ്രധാനപ്പെട്ട അവിഭാജ്യ ഘടകമാണ്, ജോലി ഇല്ലാതെ പറ്റൂല. ഇജ്തിഹാദ്, പരിശ്രമം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ബുൽഗത്തുൻ. എന്താണ് ബുൽഗത്തുൻ? ബുൽഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള ഒരവസ്ഥ അവനുണ്ടായിരിക്കണം. കടം, പ്രാരാബ്ദം, വീട് വെച്ചിട്ടില്ല, അങ്ങനെയൊക്കെയുള്ളൊരു മനുഷ്യനാണ് പിന്നെ ഇൽമു നേടാൻ പോവൂ ഇല്ല. അപ്പോൾ ബുൽഗത്ത്, അവനും അവൻ്റെ വീട്ടിലുള്ളവർക്കും അവൻ്റെ ആവശ്യങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ശേഷി വേണം. അതല്ലാത്തവർക്ക് ആകെ ഫിക്റായിരിക്കും. അവർക്ക് പുസ്തകം വായിച്ചിരിക്കാൻ പറ്റൂല, അവർക്ക് ലൈബ്രറിയിൽ ഇരിക്കാൻ പറ്റൂല. കാരണം അവർക്ക് അവരുടെ നിത്യച്ചെലവിന് കാര്യങ്ങൾ നടക്കുന്നില്ല. പ്രയാസങ്ങളാണ്, പ്രാരാബ്ദങ്ങളാണ്. അപ്പോൾ എങ്ങനെ ഇൽമു നേടും? അപ്പോൾ നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾ, നല്ല ബുദ്ധി ഉണ്ടാവും, നല്ല പഠിക്കാനുള്ള ശേഷി ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മൾ എന്ത് ചെയ്യണം? മതരംഗത്തേക്ക് അവർക്ക് താല്പര്യം ഉണ്ടാവും. നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ സഹായങ്ങളൊക്കെ ചെയ്ത് അവരെ നമ്മളെ സമൂഹത്തിൽ എന്ത് ചെയ്യണം? വളർത്തിക്കൊണ്ട് വരണം. നമുക്ക് സാമ്പത്തിക ശേഷിയുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു തലമുറയെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വരണം. കാരണം അവരാ നാടിന് ആവശ്യമാണ്, അവരാ സമൂഹത്തിന് ആവശ്യമാണ്. അപ്പോൾ ബുൽഗത്തൊരു പ്രധാന ഘടകമാണ്. ബുൽഗത്ത് എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ സിറ്റുവേഷൻ അല്പം മെച്ചപ്പെട്ടിരിക്കണം. പിന്നെന്താ? വസുഹബത്തു ഉസ്താദിൻ. ഒരു ഉസ്താദുമായിട്ടുള്ള സഹവാസം, ഒരു പണ്ഡിതനുമായിട്ടുള്ള ഒരു സഹവാസം ഉണ്ടാവണമെന്നാണ്. അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ സഹവാസം. മൂസാ നബിയുടെ കൂടെ ആരാളുള്ളത്? യൂഷ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു യൂഷ അദ്ദേഹത്തിൻ്റെ ഭൃത്യനാണ്. മൂസാ നബിയിൽ നിന്നും ഇൽമു നേടുന്ന ആരാ? യൂഷാണ്. പിന്നീട് അദ്ദേഹം പ്രവാചകനായി. മൂസാ നബിയുടെ വഫാത്തിന് ശേഷം യൂഷ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് നബിയാകുന്നതെന്നാണ്. അപ്പോൾ സുഹബത്ത് ഉസ്താദ്, നല്ല ഒരു പണ്ഡിതൻ, നല്ല ഒരു അധ്യാപകൻ്റെ ഒരു അദ്ദേഹത്തോടുള്ള സഹവാസം ഉണ്ടായിരിക്കും. സുഹബത്ത്. അധികവും പുസ്തകങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്. പക്ഷേ പുസ്തകങ്ങൾ വായിച്ചാലും തെറ്റുകൾ തിരുത്തി തരാൻ ആര് വേണം? അധ്യാപകൻ വേണം. ഗൂഗിളിൽ സെർച്ച് ചെയ്തോ പ്രശ്നമില്ല, പക്ഷേ ഗൂഗിളിലുള്ളതെല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല. ഒരുപാട് അബദ്ധങ്ങൾ അത് മുഖാലം സംഭവിക്കും. അപ്പോൾ നമുക്ക് വിശ്വസ്തനായി തോന്നുന്ന, നല്ല അറിവുണ്ട് എന്ന് നമുക്ക് പരിചയമുള്ള ആൾ, അവരൊക്കെ നമ്മുടെയൊക്കെ മനസ്സിലിപ്പോൾ ഉണ്ടാവും, നിങ്ങളുടെയൊക്കെ പരിചയത്തിൽ. അപ്പോൾ അവരുമായിട്ട് സഹവാസം സ്ഥാപിക്കുക, അവരുമായി സംസാരിക്കുക. അപ്പോൾ സുഹബത്തു ഉസ്താദിൻ. വതൂലു സമാൻ എന്താ? നീണ്ട കാലം, ഒരു ദിവസമോ 2 ദിവസമോ ഒന്നുകൊണ്ടൊന്നും നമുക്ക് ഇൽമു നേടാൻ സാധ്യമല്ല. അത് പഠിക്കണം. ഒരു അധ്യാപകൻ്റെ കീഴിലിരുന്ന് ക്ഷമയോടുകൂടി, സബറോടുകൂടി നീണ്ട കാലം ചെലവഴിച്ച് സ്പെൻഡ് ചെയ്ത് ആ അധ്യാപകർ നമ്മൾ നേടിയെടുക്കണമെന്നുള്ളതാണ്. ഇതാണ് മഹാനായ ഇമാം ഷാഫി റഹ്മഹുല്ല. അദ്ദേഹം ഇൽമുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. ഇമാം ഷാഫി റഹ്മഹുല്ല എത്രാമത്തെ വയസ്സിലാണ് ഖുർആൻ ബൈഹാർട്ടാക്കി? 7ാമത്തെ വയസ്സിലായിരുന്നു എന്നാണ്. 7ാമത്തെ വയസ്സിൽ ഖുർആൻ ബൈഹാർട്ടാക്കിയ, മനപ്പാടമാക്കിയ പണ്ഡിതനാണ് ആര്? ഇമാം ഷാഫി റഹ്മഹുല്ല എന്നാണ്. അപ്പോൾ നോക്ക്, അപ്പോൾ വൈദ്കാല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ലി ഫത്താഹു, തൻ്റെ, നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചാണ് കേട്ടോ ഇതൊക്കെ. മൂസാ നബിയുടെ ചരിത്രവും അദ്ദേഹത്തിൻ്റെ വൃത്തിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അതിലേക്ക് പോവാത്തത്. അതുകൊണ്ട് നമ്മൾ ആയത്തെടുത്തില്ല. അതുകൊണ്ട് നമ്മൾ ആയത്ത് വിശദീകരിക്കുന്നത്. ലാ അബ്റഹു. എന്താ ലാ അബ്റഹു? ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും. അത് പറഞ്ഞ് ശീലിക്കണം. ലാ അബ്റഹു, ഞാൻ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ഹത്താ അബ്ലുഗ, ഞാൻ എത്തുന്നത് വരെ. എവിടെ എത്തുന്നത് വരെ?
മജ്മഅൽ ബഹ്റൈൻ, രണ്ട് സമുദ്രങ്ങൾ സംഗമിക്കുന്ന സ്ഥലത്ത്, രണ്ട് കടലുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത്. ഔ അംലിയ ഹുക്കുബ, ഔ അല്ലെങ്കിൽ അംലിയ ഞാൻ നടക്കും, ഞാൻ പോകും. എന്താ ഈ അംലി എന്ന് പറഞ്ഞാൽ മതി. എന്താ അംലിയാന്ന്? ഈ ഹത്ത കഴിഞ്ഞൊരു അബുലുക ഇല്ലേ, ആ അബുലുകയിലേക്ക് അത്ഫ് ചെയ്തതാണ്. അതുകൊണ്ടാണ് അബുലുക എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞു? അംലി യാ എന്ന് പറഞ്ഞു. ഔ അംലിയ അല്ലെങ്കിൽ ഞാൻ നടക്കും, ഞാൻ പോകും. ഹുക്കുബ, എന്താ ഹുക്കുബ? നീണ്ട കാലം, നീണ്ട വർഷങ്ങൾ ഞാൻ നടക്കും. അപ്പോൾ ഈ ആയത്തിന് നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായില്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. ഹുക്കുബാൻ്റെ ബഹുവചനമാണെന്ത്? അഹ്കാബ്. കേട്ടാ. ബഹറിൻ്റെ ബഹുവചനമാണെന്ത്? ബിഹാർ. ബിഹാർ അതൊക്കെ ഖുർആനിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. ബിഹാർ സമുദ്രങ്ങൾ, ബഹർ സമുദ്രം, കടൽ, ബഹ്റൈൻ രണ്ട് കടൽ, ബിഹാർ കടലുകൾ, സമുദ്രങ്ങൾ. ഓക്കെ, അടുത്തായത് നോക്ക്. അങ്ങനെ ഫലമ്മ ബലഗ, ഫലമ്മ ബലഗ, ഫ എന്നിട്ട്, അത്ഫ്, ഫ എന്നിട്ട്, ലമ്മ ബലഗ, ലമ്മ അപ്പോൾ, ലമ്മ അപ്പോൾ. ലമ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഹീന, അപ്പോൾ. ബലഗ, എന്താ ബലഗ? അബുലുവ നമ്മൾ നേരത്തെ പറയുന്നില്ലേ? ഹത്ത അബുലുവ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എത്തുന്നത് വരെ, എത്തുന്നത് വരെ. ഇവിടെ ബലഗയാണ്. ബലഗ, 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 ബലഗ. എത്ര പേരുണ്ട്? രണ്ടുപേരുണ്ട്. അവർ രണ്ടുപേരും എത്തിയപ്പോൾ, ദീർഘദൂരം നടന്നു, നടന്ന് നടന്ന് അവരെന്ത് ചെയ്തു? നടന്ന് അവരെന്ത് ചെയ്യും? കൊണ്ടുപോകുന്ന ഭക്ഷണമുണ്ട്. എന്താ ഭക്ഷണം? മീനുണ്ട്. മീൻ ഉപ്പിലിട്ട നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് പാകപ്പെടുത്തിയതായിരിക്കാം. വിശക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ആ മത്സ്യത്തിൽ നിന്ന് ഭക്ഷിക്കും. അങ്ങനെ വീണ്ടും യാത്ര ചെയ്യും, റെസ്റ്റ് എടുക്കും, വീണ്ടും യാത്ര ചെയ്യും. അങ്ങനെ ഫലമ്മ ബലഗ, അവർ രണ്ടുപേരും എത്തിയപ്പോൾ. ബലഗ, ബലഗ എന്നാണ് കേട്ടോ. അവർ കഴിഞ്ഞ ശേഷം ഒരു അലിഫില്ലേ? അവർ രണ്ടുപേരാണ് കേട്ടാ. അവർ രണ്ടുപേരും എത്തിയപ്പോൾ. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമ്മൾ മറക്കത്തില്ല. നമ്മൾ അതങ്ങനെ നമ്മളെ കല്ലിൽ കൊത്തിവെച്ച പോലെ ഇവിടെ ഉണ്ടാവും. അതൊന്ന് മനസ്സിലാക്കാതെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ മറന്നു പോകും. അതിങ്ങനെ ഓരോന്നും ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ അവർ രണ്ടുപേരും എത്തിയപ്പോൾ എവിടെ എത്തി? മജ്മ ബൈനിഹിമ, മജ്മ ബൈനിഹിമ. എവിടെ എത്തിയത്? മജ്മ ബൈനി, മജ്മ ബൈനിഹിമ, മജ്മ ബൈനിൽ ബഹ്റൈൻ. മജ്മ ബൈനിഹിമ എന്ന് പറഞ്ഞാൽ ഹിമ എങ്ങോട്ട് പോകുന്നത്? ബഹ്റൈനിലേക്കാണ്. രണ്ട് കടലുകൾ തമ്മിൽ കൂടിച്ചേരുന്ന സ്ഥലത്ത്. ആ സ്ഥലത്തേക്ക് പോകാനാണ് ആര് പറഞ്ഞ്? അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറഞ്ഞ്. അങ്ങനെ ആ സ്ഥലത്തെത്തി. മജ്മഉൽ ബഹ്റൈനിൽ എത്തി. രണ്ട് കടലുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് അവർ എത്തി. അങ്ങനെ എത്തിയപ്പോൾ എന്താ സംഭവിച്ച്? മജ്മ ഒരുമിച്ച് കൂടുന്ന സ്ഥലം, ബൈനിഹിമ, ബൈനിഹിമ എന്ന് പറഞ്ഞാൽ ബൈനിൽ ബഹ്റൈൻ, ബൈനിൽ ബഹ്റൈൻ. രണ്ട് കടലുകൾ തമ്മിൽ ഒരുമിച്ച്, രണ്ട് കടലുകളുടെ ഇടയിലുള്ള സംഗമസ്ഥലം, അങ്ങനെ പറഞ്ഞാൽ മതി. മജ്മ ബൈനിഹിമ, ബൈന എന്ന് പറഞ്ഞാൽ ഇടയിൽ, മജ്മ ബൈനിഹിമ രണ്ട് കടലുകളുടെ ഇടയിലുള്ള സംഗമ സ്ഥലത്ത്, ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് അവർ എത്തിയപ്പോൾ, ആ രണ്ടാളുകൾ എത്തിയപ്പോൾ എന്താ സംഭവിച്ച്? നസിയാ ഹൂത്തഹുമ, നസിയാ. നമ്മൾ മുമ്പ് ഒരു ആയത്തിൽ പഠിച്ചിട്ടുണ്ട്, നസിയമാ കദ്ദമത് യദാഹു. കണ്ട, നമ്മളീ പഠിക്കുന്ന പദങ്ങളൊക്കെ മുമ്പ് പഠിച്ചിട്ടുള്ളതാവും. ഖുർആൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്.
കുറച്ച് പദങ്ങൾ പഠിച്ചാൽ മതി, പക്ഷെ അതിങ്ങനെ വേറെ രൂപത്തിലൊക്കെ നമ്മുടെ മുമ്പിൽ വരും. അപ്പോൾ അത് പഠിച്ചാൽ ഇത് പെട്ടെന്ന് പഠിക്കും. നസിയ നസിയ നസിയ, അവർ രണ്ടുപേരും മറന്നു. പക്ഷെ രണ്ടുപേരും മറന്നിട്ടില്ല, ഒരാളെ മറന്നിട്ടുള്ളൂ. അതാരാ? ആരുടെ കയ്യിലാണ് മീൻ? ഫിഷാരുടെ കയ്യിലാണ്? ആരാ വഹിക്കുന്നത്? ഭൃത്യനല്ലേ, യൂഷ അല്ലേ? പക്ഷേ യൂഷ മറന്ന വിഷയം ഇവിടെ നസിയ എന്നാ പറയാം. രണ്ടുപേരും മറന്നു. അതെന്താന്ന് പറഞ്ഞുതരാം. നസിയ, അവർ രണ്ടുപേരും മറന്നു. എന്ത് മറന്നു? ഹൂത്തഹുമാ. ഹൂത്ത്, ഹൂത്ത് എന്ന് പറഞ്ഞാൽ മത്സ്യം. ഹൂത്ത് മത്സ്യം, ഹൂത്ത്, ഹൂത്തുൻ മത്സ്യം. ഹൂത്തിൻ്റെ ബഹുവചനമാണെന്ത്? ഹീത്താൻ. ഹൂത്തുൻ ഹീത്താൻ. ഹീത്താൻ എന്ന് പറഞ്ഞാൽ എന്താ? മത്സ്യങ്ങൾ. ഹൂത്ത് മത്സ്യം, ഹീത്താൻ മത്സ്യങ്ങൾ. അവർ രണ്ടുപേരും മറന്നു. എന്ത് മറന്നു? ഹൂത്തഹുമ. ഹൂത്തഹുമ എന്ന് പറഞ്ഞാൽ എന്താ? ഹൂത്ത മൂസ വ യൂഷ. മനസ്സിലായോ? ഹൂത്ത മൂസ വ യൂഷ. മൂസ നബിയുടെയും യൂഷൻ്റെയും മത്സ്യത്തെ അവർ രണ്ടുപേരും മറന്നു. വാസ്തവത്തിൽ മറന്നാരാ? യൂഷാണ്. പിന്നെ ഇവിടെ എന്താ ഇങ്ങനെ ഒരു ഹൂത്തഹുമ എന്ന് പറഞ്ഞ് രണ്ടുപേരിലേക്കും ചേർത്ത് പറഞ്ഞ്? അറബി ഭാഷയിൽ ഒരു പ്രയോഗമുണ്ട്, ഒരു ഉസ്ലൂബുണ്ട്. കുല്ല് പറഞ്ഞിട്ട് ബാദ് ഉദ്ദേശിക്കുക. മുഴുവൻ പറയും, എന്നിട്ട് ബാദിനെ എന്ത് ചെയ്യുക? ഉദ്ദേശിക്കുക. പറയുമ്പോൾ മുഴുവൻ പറയും, കുല്ല് പറയും, എന്നിട്ട് ബാദിനെ അല്പത്തെ എന്ത് ചെയ്യും? ഉദ്ദേശിക്കും. അങ്ങനെയുള്ള ചില ആയത്തുകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ മുസ്ലിങ്ങൾക്കെതിരെ, മദീനത്തുള്ള മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധത്തിന് സജ്ജരായി. അപ്പോൾ ഈ വിവരം മുനാഫിക്കുകൾ അറിഞ്ഞു. മുനാഫിക്കുകൾ മുസ്ലിങ്ങളെ പേടിപ്പിച്ചു. ഇന്നന്നാസ കത് ജമാവു, ഇന്നന്നാസ കത് ജമാവു, ജനങ്ങൾ, നാസ് കത് ജമാവു, അവരെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. അവിടെ നാസില്ല. ആരാ ഒരുമിച്ച് കൂട്ടിയത്? മുശ്രിക്കുകളാണ്. ആരാണ്? പക്ഷെ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? നാസ്, ഇന്നന്നാസ കത് ജമാവു, ജനങ്ങളൊക്കെ നിങ്ങൾക്കിതിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങളെ പേടിപ്പിക്കുകയാണേ. അപ്പോൾ അവിടെ അന്നാസ് എന്ന് കുല്ലായിട്ട് പറഞ്ഞു. ഉദ്ദേശം മുശ്രിക്കുകൾ, ഇങ്ങനെ മുശ്രിക്കീനാണ് അവിടെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെയൊക്കെ ശൈലിയുണ്ട്. ഇവിടെ യൂഷൻ്റെ കൂടെ ആരാ ഉള്ളത്? മൂസ. മൂസയും യൂഷ ഒരുമിച്ചാണ് പോകുന്നത്, ഒരുമിച്ചാണ് റെസ്റ്റ് എടുക്കുന്നത്, ഒരുമിച്ചാണ് തുടങ്ങിയത്, ഇറങ്ങിയത്, ഒരുമിച്ചാണ് യാത്ര ചെയ്തത്, ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരെയും പറഞ്ഞു. പക്ഷെ അവിടെ ഉദ്ദേശം ആരാണ്? യൂഷാണ്. കുറേ ആയത്തുകൾ ഖുർആനിലുണ്ട്. എല്ലാ ആയത്തിലേക്കും പോകുന്നില്ല, അത് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അത് ശേഷം വരുന്നുണ്ട്. ശേഷമുള്ള ആയത്തിൽ ആരാ മറന്നതെന്ന് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് സംശയം ഉണ്ടാവും, ഇവിടെ രണ്ടുപേരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളത്. അപ്പം നസിയ, അവർ രണ്ടുപേരും മറന്നു. അപ്പോൾ അവർ ചെന്നു മജ്മഅൽ ബഹ്റൈൻ്റെ അടുത്ത് എത്തി. അപ്പോൾ മജ്മഅൽ ബഹ്റൈൻ്റെ അടുത്ത് ഒരു സഹ്റത്ത് ഉണ്ടായിരുന്നു എന്നാണ്. സഹ്റത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വലിയ ഒരു പാറക്കെട്ട്. അവരാ പാറക്കെട്ടിലിരുന്നു. മൂസാ നബിയും യൂഷ നബി അലൈഹി സ്വലാത്തു. യൂഷ എന്ന നബിയായിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഭൃത്യനും വിശ്രമിക്കണം. അപ്പോൾ മത്സ്യത്തിൻ്റെ കൊട്ട അവിടെ വെച്ചു. യൂഷൻ്റെ അടുത്താണ്, അദ്ദേഹത്തിൻ്റെ കൈയിൻ്റെ സമീപമാണ് മത്സ്യത്തിൻ്റെ കൊട്ടയുള്ളത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉറങ്ങി. യൂഷ എന്തിട്ടില്ല? ഉറങ്ങിയിട്ടില്ല. അദ്ദേഹം ഉറങ്ങാതെ അദ്ദേഹത്തിന് കാവലിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഒരു സംഭവം ഉണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല മത്സ്യത്തെ എന്ത് ചെയ്തു? ജീവിപ്പിച്ചു. മത്സ്യത്തെ ജീവിപ്പിച്ചു. ആ മത്സ്യത്തിൽ മാ ഉൽ ഹയാത്ത് എന്ന് പറയുന്ന ഒരു അരുവി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മാ ഉൽ ഹയാത്ത്, ആ പാറക്കെട്ടിൻ്റെ അടുത്ത് ഒരു ജീവജലം എന്ന് പറയുന്ന ഒരു ജലം. അങ്ങനെ ഈ ജലം വന്നിട്ട് ഈ മത്സ്യത്തിൻ്റെ ഇതിൽ വന്ന് സ്പർശിച്ചു, നനഞ്ഞു. മത്സ്യം നനഞ്ഞു എന്നാണ്. അങ്ങനെ അത് പിടക്കാൻ തുടങ്ങി. ആ മത്സ്യം എന്ത് ചെയ്തു? അത് പിടച്ചു. തളറബ അൽ ഹൂത്ത്, മത്സ്യം ഇങ്ങനെ പിടക്കാൻ തുടങ്ങി. അപ്പോൾ മൂസ നായമുൻ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആണെങ്കിൽ ഉറങ്ങാണ്. അപ്പോൾ ഈ മത്സ്യം സമുദ്രത്തിലേക്ക്, കടലിലേക്ക് എന്ത് ചെയ്തു? ചാടി.
സമുദ്രത്തിലേക്ക് ചാടിയപ്പോൾ ഒരു അത്ഭുതം ഉണ്ടായി. ആ സമുദ്രത്തിൽ ഒരു തുരങ്കമുണ്ടായി എന്നാണ്. ഈ മത്സ്യം ചാടിപ്പോയ വഴി എന്തായി മാറി? ഒരു തുരങ്കമായി മാറി എന്നാണ്. അതിനുശേഷം വരുന്നുണ്ട് ഒരു തുരങ്കം, ഒരു ഹോൾ. അപ്പം വെള്ളം ആ മത്സ്യത്തെ സ്പർശിച്ചില്ല എന്നാണ്. സമുദ്രത്തിൽ ജലം എന്ത് ചെയ്തു? മാറി നിന്നു, ജാമിതായി, ഉറച്ചു എന്നാണ്. ഇപ്പം നമ്മൾ ഐസ് കട്ടയിലേക്ക് ഒരു ദ്വാരം വന്നാൽ എങ്ങനെ ഇരിക്കും അല്ലേ? ഒരു ഹോള് വന്ന് ഐസ് കട്ട എങ്ങനെ ഉണ്ടാവും? അതേപോലെ വെള്ളം അവിടെ ഉറച്ചു നിന്നു എന്നാണ്. അതിലൊരു തുരങ്കം ഉണ്ടായി എന്നാണ്. അങ്ങനെ ഈ തുരങ്കത്തിലൂടെയാണ് ഈ മത്സ്യം സമുദ്രത്തിലേക്ക് പോകുന്നത് എന്നാണ്. ഇതിങ്ങനെ കണ്ടു. ആര് കണ്ടു? യൂശാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടിങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക. അദ്ദേഹത്തിന് അറിയില്ലല്ലോ. മൂസാ നബി ആണെങ്കിൽ എന്ത് ചെയ്യുക? മൂസാ നബി ഉറങ്ങുക. അപ്പം അദ്ദേഹം വിചാരിച്ചു ഉണർത്തണ്ട. ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യുക? മൂസാ നബിയുടെ വിവരം സൂചിപ്പിക്കുക. പക്ഷേ ഉണർന്നെഴുന്നേറ്റ സമയത്ത് ഈ വിവരം ആര് മറന്നുപോയി? യൂശാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബീനെ അറിയിക്കാൻ മറന്നുപോയി. മത്സ്യം എവിടെയാണോ നഷ്ടപ്പെടുന്നത് അവിടെയാണ് ആരുള്ളത്? അവിടെ അബുദുള്ളത്. ആ അബുദിൻ്റെ പേരെന്താ? ഖിളിർ അലൈഹിസ്സലാത്തു വസ്സലാം. അതാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ് നമുക്ക് വിശദീകരിക്കാം. ഖിളിർ അലൈഹിസ്സലാത്ത്. ഖിളിർ എന്നും പറയാം, ഖളിർ എന്നും പറയാം. രണ്ട് രൂപത്തിലും പറയാം. തഫ്സീറുകൾ രണ്ട് രൂപത്തിലും വന്നിട്ടുണ്ട്. ഖിളിർ, ഹാക്ക് കസ്ർ ചെയ്തിട്ടും പറയാം, അതേപോലെ തന്നെ ഖളിർ, ഹാക്ക് ഫത്ഹ് ചെയ്തിട്ടും പറയാം. ആ ഖളിർ നബിയാണെന്നാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു. അത് നമുക്ക് അടുത്ത ക്ലാസ് നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ ഇവിടെ ആരുണ്ട്? മത്സ്യം ചാടുന്ന സ്ഥലത്താണ് ആരുള്ളത്? നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അവിടെയാണ് ഖിളിർ ഉള്ളത്. പക്ഷേ മത്സ്യം ചാടിയ വിവരം യൂശുവിന് മനസ്സിലായി. പക്ഷേ യൂശു പറഞ്ഞു ഉറങ്ങല്ലേ, ഉണർത്തണ്ട. അദ്ദേഹം ഉണർന്നെഴുന്നേക്കും എന്ത് ചെയ്യുക? പറയാം. ഉണർന്നെഴുന്നേറ്റിട്ട് യൂശു ഇത് പറയാൻ മറന്നുപോയി. അവർ വീണ്ടും എന്ത് ചെയ്യുക? ഒരു യാത്ര. ആരന്വേഷിച്ചാൽ പോകുന്നത്? ഖിളിറിനെ അന്വേഷിച്ചാൽ പോകുന്നത്. ഖിളിറുള്ള സ്ഥലം കഴിഞ്ഞു. അപ്പം എന്തിനാ അള്ളാഹു ഇങ്ങനെ വെച്ച്? അത് നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. നബിമാർക്കും എന്ത് സംഭവിക്കും? മറവി സംഭവിക്കും. മലക്കുകളല്ല, മലക്കൾക്ക് മറവി പറ്റൂല. മലക്കൾക്ക് മറവിയുണ്ടോ? ഇല്ല. റൂഹ് പിടിക്കാൻ, മരണത്തിൻ്റെ ആത്മാ റൂമിനെ പിടിക്കാൻ വന്ന മലക്ക് മറന്ന ചരിത്രം ഉണ്ടോ? പിടിക്കാൻ വന്നിട്ട് മറന്നു പോയിട്ട് തിരിച്ചു പോയത് ഇല്ല. അപ്പോൾ മറവി അവർക്കില്ല. കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കിന് മറവി സംഭവിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല. അള്ളാഹ്ക്ക് മറവിയുണ്ടോ? ഇല്ല. പക്ഷേ മനുഷ്യന്മാർക്ക് എന്തുണ്ട്? മറവിയാണ്. മൂസാ നബി മനുഷ്യനാണ്. മൂസാ നബി ഒരു പ്രവാചകനാണ്. പ്രവാചകന്മാർക്ക് മറവി ഉണ്ടാവും. സഹവിൻ്റെ സുജൂദില്ലേ? ആര് പഠിപ്പിച്ചതാ? സഹവിൻ്റെ സുജൂദ്, നമസ്കാരത്തിൽ മറവി ഉണ്ടാകുമ്പോഴുള്ള സുജൂദില്ലേ? അതാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മറവി സംഭവിച്ചു. അപ്പോൾ മാതൃകയാണ് നബിമാർ. നമുക്ക് നബിമാർ, മലക്കുകൾ നമുക്ക് മാതൃകയാക്കാൻ പറ്റൂലല്ലോ. പറ്റുമോ? ഒരു മലക്കിന് നമുക്ക് മാതൃകയാക്കാൻ പറ്റുമോ? മലക്കുകൾ വിവാഹം കഴിക്കാറില്ല, മലക്കുകൾ ഭക്ഷണം കഴിക്കാറില്ല. പിന്നെ എങ്ങനെ നമ്മൾ അവരെ മാതൃകയാക്കും? അപ്പം മനുഷ്യനാണ് മാതൃക. അങ്ങനെ അവർ വീണ്ടും ഖിളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അന്വേഷിച്ച് എന്ത് ചെയ്യുക? അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ബാക്കി നോക്കിയേ. അപ്പം ഫലമ്മ ബലഗ, അവർ രണ്ടുപേരും എത്തിയപ്പോൾ മജ്മഅ ബൈനഹിമ, എവിടെ എത്തി? സമുദ്രം കൂടിച്ചേരുന്ന സ്ഥലത്ത്, സമുദ്രങ്ങൾ തമ്മിൽ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് അവരെത്തിയപ്പോൾ നസിയാ, അവർ രണ്ടുപേരും മറന്നു. അങ്ങനെ അർത്ഥം പറയണം, നസിയ എന്നല്ല. അപ്പോൾ ഒരു പദം എങ്ങാണോ ഉദ്ദേശിക്കുന്നത് അതേ രൂപത്തിൽ അർത്ഥം പറയണം. അവർ രണ്ടുപേരും മറന്നു. അപ്പോൾ രണ്ടുപേരെന്ന് പറയാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ് അവിടെ അലിഫുണ്ട്. അല്ലെങ്കിൽ നസിയ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇപ്പം നസിയ എന്ന് പറയുമ്പോൾ രണ്ടുപേരാണ്. ഹൂത്തഹുമ, ഹൂത്ത. അപ്പോൾ ഈ ഹൂത്ത് എന്ന് പറയുന്നത് മത്സ്യത്തിന് ഖുർആനിൽ എവിടെയും സമക്ക് എന്ന് പറഞ്ഞിട്ടില്ല. മത്സ്യത്തിന് എന്താ അള്ളാഹ് പറഞ്ഞിട്ടുള്ളത് ഖുർആനിൽ? ഹൂത്താണ്. ഖുർആൻ എവിടെയും സമക്കില്ല.
പക്ഷെ നമ്മൾ സാധാരണ എന്താ പഠിച്ചിട്ടുള്ളത്? സമക്, മത്സ്യം. ഇപ്പോൾ ഖുർആൻ പറഞ്ഞില്ലേ, ഫലാ തകുൻ കസാഹിബിൽ ഹൂത്ത് ഫസ്ബിർ ലിഹുക്മി റബ്ബിക്. നബിയെ, താങ്കൾ ആ മീൻകാരനെ പോലെ ആവല്ലേ. ഫലാ തകുൻ കസാഹിബിൽ ഹൂത്ത്. ആരാ മീൻകാരൻ? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. കാരണം യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ ഉള്ളിൽ കണ്ട സാഹിബുൽ ഹൂത്ത്. സാഹിബുൽ ഹൂത്ത്, അവിടെ ഹൂത്താണ് പറഞ്ഞത്. പ്രത്യേകിച്ച് കടലിലെ ജീവികൾക്ക് ഖുർആൻ പ്രയോഗിച്ചത് ഹൂത്തെന്നാണ്. കടൽ ജീവികളെ, കടലിലെ മത്സ്യത്തിന് ഹൂത്തെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചിട്ടുള്ളത്. ആ ഹൂത്ത് കൊണ്ട് എല്ലാം പെടും. വലിയ മത്സ്യവും ചെറിയ മത്സ്യവും എല്ലാം അതിൽ ഉൾപ്പെടും. അപ്പോൾ ഇത് അല്പം വലിയ മത്സ്യമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം നസിയ ഹൂത്തഹുമ, അവരുടെ രണ്ടുപേരുടെയും മത്സ്യത്തെ അവരെന്ത് ചെയ്തു? മറന്നുപോയി. ഫത്തഹദ സബീലഹു. ഇനി നിങ്ങൾ പരിഭാഷ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം ഇത്ര ക്ലിയർ ആയിട്ട് കിട്ടൂല. നിങ്ങൾ ഈ പരിഭാഷ എടുത്ത് നോക്കിക്കോ, അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല. കാരണം അത് വേറൊരു രൂപത്തിലാണ് പരിഭാഷ ചെയ്തിട്ടുള്ളത്, ബ്രാക്കറ്റൊക്കെ ഇട്ടേ. അപ്പോൾ നമുക്ക് കുറച്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റത്തില്ല. വായിക്കുമ്പോൾ ഒരു അരോചകമായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ടുള്ള വേർഡിൽ വിശദീകരിക്കുന്നത്. ഫത്തഹദ സബീലഹു. ഫത്തഹദ സബീലഹു. ഫ എന്ന് പറഞ്ഞാൽ എന്നിട്ട്. അത് സമുദ്രത്തിലേക്ക് ചാടിയില്ലേ? ഫത്തഹദ സബീലഹു. എന്നിട്ട് ഇത്തഹദ, മത്സ്യത്തെക്കുറിച്ചല്ല പറയാം. ഇത്തഹദ. ഇത്തഹദ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ജഅല എന്നാണ്. ജഅല, ഉണ്ടാക്കി. ജഅല, ഉണ്ടാക്കി. തഹദ, സ്വീകരിച്ചു, ഉണ്ടാക്കി എന്നൊക്കെയാണ്. ഇവിടെ നമുക്ക് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ മതി. ഉണ്ടാക്കി, അതാണ് കുറച്ചുകൂടി സിമ്പിളായിട്ട് ഇവിടെ നമുക്ക് പറയാൻ പറ്റിയ പദം. ഫത്തഹദ. ആരുണ്ടാക്കി? മീൻ. അവിടെ ഹൂത്താണ് ഉദ്ദേശം കേട്ടോ. ഇത്തഹദ എന്നുള്ളതാണ് ഫെയില്, വെർബ്, ക്രിയ. അവിടെ ആ വെർബ് പ്രവർത്തിച്ച ആളാരാണ്? ഫിഷാണ്, ഹൂത്താണ്. ആ ഫിഷ്, ആ മത്സ്യം ഉണ്ടാക്കി. എന്തുണ്ടാക്കി? സബീലഹു. സബീലഹു. സബീൽ എന്ന് പറഞ്ഞാൽ തരീഖ്. തരീഖ്, തരീഖ്. എന്താ തരീഖ്? വഴി. തരീഖ്. അപ്പോൾ സബീലിൻ്റെ നേരെ എഴുതി വെച്ചു എന്ത്? തരീഖ്. കണ്ട, തരീഖ്, വഴി എന്ന് പറഞ്ഞാൽ മതി. വഴി. സബീൽ മാർഗം എന്നർത്ഥമുണ്ട്. ഇവിടെ തരീഖാണ്, അവിടെ ഉദ്ദേശിക്കുന്നത് വഴിയാണ്. ഫത്തഹദ, ഈ മത്സ്യം ഉണ്ടാക്കി തീർത്തു. അതുണ്ടാക്കി. എന്ത്? സബീലഹു, അതിൻ്റെ വഴിയെ. അത് ചാടിയ വഴിയില്ലേ, ആ വഴിയെ അതാക്കി, അതുണ്ടാക്കി. എവിടെയുള്ള വഴി? ഫിൽ ബഹർ, കടലിലുള്ള അതിൻ്റെ വഴിയെ അത് ഉണ്ടാക്കി, അത് ആക്കി തീർത്തു. എന്താക്കി? സറബ. സറബ എന്ന് പറഞ്ഞാൽ തുരങ്കം, ഹോൾ, മാളം, അങ്ങനെയും പറയാം. മാളത്തിനും സറബ എന്ന് പറയാം. തുരങ്കം, മാളം, തുരങ്കം എന്നൊക്കെയാണ് അർത്ഥം. ഹോൾ. അപ്പം സറബ് എന്നതിൻ്റെ ബഹുവചനമാണെന്ത്? അസ്രാബ്. എന്താണ്? അസ്രാബ്, തുരങ്കങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി വെക്കുക. സറബ്, അസ്രാബ്, അതേപോലെ തന്നെ സബീൽ, തരീഖ്, ഇത്തഹദ, ജാല. കണ്ടാ, അപ്പോൾ ഒരുപാട് വേർഡുകൾ നമുക്ക് കിട്ടും, ഒരുപാട് പദങ്ങൾ കിട്ടും. അപ്പോൾ ഈ പദസമ്പത്ത് കിട്ടുമ്പോൾ നമുക്ക് ഖുർആൻ പഠനം വളരെ സിമ്പിളാണ്. ആദ്യം കുറച്ച് കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നും, ഒരു പ്രയാസം തോന്നും ഫസ്റ്റേ ആദ്യം കേൾക്കുമ്പോൾ. പിന്നെ ഇതിങ്ങനെ കേട്ട് 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 വരുമ്പോൾ അതങ്ങനെ പോലാവും, ശരിയാവും. അപ്പോൾ മനസ്സിലായോ? നിങ്ങൾ പരിഭാഷ എടുത്ത് തുടങ്ങി നോക്കിക്കോ. ആ ബ്രാക്കറ്റൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയുക. ഫത്തഹദ, ഫിഷ് ഉണ്ടാക്കി, അതാക്കി തീർത്തു. എന്താക്കി തീർത്തു? സബീലഹു, അതിൻ്റെ റൂട്ടിനെ, അതിൻ്റെ വഴിയെ. ഫിൽ ബഹരി, കടലിലുള്ള അതിൻ്റെ വഴിയെ അതാക്കി. എന്താക്കി? സറബ, അതൊരു തുരങ്കമാക്കി. അത് ഫിഷാക്കിയതല്ല, ആരാക്കിയതാ? അള്ളയാക്കിയതാണ്. പക്ഷേ ഇവിടെ പ്രവർത്തിച്ചതാരാ? ഫിഷാണ്. അപ്പോൾ അത് ഫിഷിലേക്ക് ചേർത്ത് പറഞ്ഞാണ്, അള്ളയാണ് ആക്കിയത്. ഇതേപോലൊരു അത്ഭുതം, മൂജിസത്ത് വേറെ ഇല്ലേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക്? എന്താ?
വടി അടിച്ചപ്പോൾ സമുദ്രം എന്ത് ചെയ്തു? പിളർന്നു. അതിലൂടെ അവർ രക്ഷപ്പെട്ട ചരിത്രം. ഇത് മുഅ്ജിസത്താണിത്. മുഅ്ജിസത്ത് നമ്മുടെ യുക്തിക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. യുക്തിക്കപ്പുറമാണ് മുഅ്ജിസത്തും കറാമത്തും ഒക്കെ. നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ യുക്തിക്കുമൊക്കെ അപ്പുറത്താണ് മുഅ്ജിസത്ത്. മനുഷ്യനെ അശക്തമാക്കുന്ന സംഗതിയാണ് മുഅ്ജിസത്ത്. മൂസാ നബി വടിയിട്ടു. വടി എന്തായി? പാമ്പായി മാറിയില്ലേ? വീണ്ടും പാമ്പിനെ പിടിച്ചു. എന്തായി മാറി? വടിയായി മാറി. 12 നീരുറവുകൾ, കല്ലിലടിക്കാൻ പറഞ്ഞില്ലേ? അടിച്ചു. നീരുറവുകൾ, 12 നീരുറവുകൾ ഉണ്ടാക്കിയെന്ന. അങ്ങനെ എത്ര അത്ഭുതങ്ങളാണ്. മൂസാ നബിക്ക് ഒരുപാട് മുഅ്ജിസത്തുകൾ അല്ലേ? ആ മഹാനായ പ്രവാചകൻ്റെ പേര് എത്ര പ്രാവശ്യമുണ്ട്? 136 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ പേര് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെന്നാ. 136 പ്രാവശ്യം. അപ്പോൾ എത്ര ചരിത്രങ്ങൾ, എത്ര പേജുകളിൽ ആ മഹാൻ്റെ ചരിത്രം ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. ഒരുപാട് ത്യാഗങ്ങളും ഒരുപാട് ക്ലേശങ്ങളും ഒരുപാട് വിഷമങ്ങളും അനുഭവിച്ച ഒരു നബിയാണ് ആര്? ചെറുപ്പം മുതലേ തന്നെ, ജനിച്ചപ്പോഴേ തന്നെ നദിയിലൊഴുകിയല്ലേ ഇവിടുന്ന് അല്ലേ? അതുകൊണ്ടാണ് മൂസാ നബിയുടെ പേര് മൂശ എന്നായിരുന്നു എന്നാണ്. മോശ, അബ്രാനി ഭാഷ, അറബിയല്ല. അറബി നാട്ടിലേക്കാണോ മൂസാ നബി വന്ന്? അല്ല, അതൊക്കെ പിന്നീട് കീഴടക്കിയതാണ് ഈജിപ്റ്റൊക്കെ. അബ്രാനി ഭാഷയിലായിരുന്നു. മൂശ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മോശ എന്ന് കേട്ടില്ലേ? മോശ, അബ്രാനി ഭാഷയിൽ മോശ എന്നാണ്. അപ്പോൾ 3 പറഞ്ഞാൽ നൈൽ നദിയിൽ ഒഴുകി സമുദ്രത്തിൽ ഒഴുകി വരുന്ന സമയത്ത് അദ്ദേഹത്തെ കിട്ടിയിരുന്നത് വെള്ളത്തിൻ്റെയും ചെടിയുടെയും ഇടയിൽ നിന്നായിരുന്നു എന്നാണ് തഫ്സീറുകളിൽ പറയുന്നത്. 3 പറഞ്ഞാൽ അന്ന് അബ്രാനി ഭാഷയിൽ 3 പറഞ്ഞാൽ വെള്ളം, ഷാ എന്ന് പറഞ്ഞാൽ ചെടി. മനസ്സിലായോ? അപ്പം അങ്ങനെ അത് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് എന്ത് പേരിട്ടു? മൂസ. ആ മൂസ എന്നുള്ളത് പിന്നെ അറബി ആയപ്പോൾ എന്തായി മാറി? മൂസ അല്ലേ? പിന്നെ നമ്മുടെ നാട്ടിൽ പിന്നെ ഒരു സായം കൂടെ ചേർത്ത് എന്താക്കി? സമൂസ അല്ലേ? നമുക്ക് പിന്നെ ഒന്ന് എളുപ്പമല്ലേ അല്ലേ? മൂസാൻ്റെ കൂടെ എന്ത് ചേർത്താൽ മതി? ഒരു സാ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിന്നുന്ന പരിപാടിയില്ലേ നമുക്കുള്ളൂ അല്ലേ? ആ സമൂസ. ഇപ്പം അറബികളൊക്കെ നമ്മൾ സമൂസ എന്ന് പറയുമ്പോൾ ഒരിങ്ങനെ പറയണം സമൂസ ആണ്. അപ്പം ഇതിൻ്റെ അർത്ഥം മനസ്സിലായേ? മീൻ വരുന്നില്ല. നമ്മുടെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ അപ്പോൾ ഒന്നുകൂടെ അർത്ഥം പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ നോക്കുക. പിന്നെ ഞാനൊന്നും അർത്ഥം പറയാതെ ആയത്ത് മാത്രം പറയും. അപ്പോൾ നിങ്ങൾ അർത്ഥം ഒന്ന് ഓർത്ത് നോക്കുക കേട്ടോ. വൈകാല മൂസ പറഞ്ഞ സന്ദർഭം ഓർക്കുക. ലിഫത്താഹു, തൻ്റെ വൃത്തിനോട്. നിങ്ങൾ പറഞ്ഞു കേട്ടോ, പറയുമ്പോൾ അത് ശരിയായിക്കോളും. തെറ്റാവും, അപ്പോൾ കുഴപ്പമില്ല. ലാ അബ്രഹു, ഞാൻ തുറന്നുകൊണ്ടേയിരിക്കും. ഞാൻ എന്ത് ചെയ്യും? തുറന്നുകൊണ്ടേയിരിക്കും. എന്ത് തുറന്നുകൊണ്ടേയിരിക്കും? യാത്ര. അതവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. അത് നമ്മൾ ആ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കുക. ഹത്ത അബുലുക എത്തുന്നത് വരെ. എവിടെ? മജ്മഅൽ ബഹ്റൈൻ, 2 സമുദ്രങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത്. ഔ, അല്ലെങ്കിൽ അംലിയ, ഞാൻ നടക്കും. ഹുക്കുബ എന്ന് പറഞ്ഞാൽ കാലങ്ങളോളം, നീണ്ട വർഷങ്ങളോളം ഞാൻ എന്ത് ചെയ്യും? ഞാൻ നടക്കും. ഫലമ്മ ബലഗ, ഫ എന്നിട്ട് ലമ്മ ബലഗ, ലമ്മ അപ്പോൾ, ബലഗ അവർ രണ്ടുപേരും എത്തിയപ്പോൾ. ലമ്മ ബലഗ അവർ രണ്ടുപേരും എത്തിയപ്പോൾ. എവിടെ എത്തി? മജ്മഅ ബൈനഹിമ, 2 കടലുകളുടെ ഇടയിലുള്ള സംഗമ സ്ഥലത്തെത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? നസിയാ, അവർ രണ്ടുപേരും മറന്നു. എന്ത് മറന്നു? ഹൂത്തഹുമാ, അവർ രണ്ടുപേരുടെയും മത്സ്യത്തെ. ഫ എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഇത്തഹദ, ആ മത്സ്യം ഉണ്ടാക്കി. സബീലഹു, അതിൻ്റെ വഴിയെ. എവിടെയുള്ള വഴി? ഫിൽ ബഹർ, കടലിലുള്ള അതിൻ്റെ വഴിയെ അതുണ്ടാക്കി. എന്തുണ്ടാക്കി? സറബ,
ഒരു തുരങ്കം ഉണ്ടാക്കി, തുരങ്കമാക്കി തീർത്തു. മനസ്സിലായോ? ഇനി ഞാൻ ആയത്ത് മാത്രം പറയാം, നിർത്താണ്, സമയം കഴിഞ്ഞിട്ടുണ്ട്, നിർത്താണ്. അപ്പോൾ ഈ ആയത്തിൻ്റെ അർത്ഥം നിങ്ങളൊന്ന് ഒന്ന് മനസ്സിലാക്കി നോക്കുക കേട്ടോ, ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കുക, കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. വയത് കാല പറയണ്ട, അത് നിങ്ങൾ മനസ്സിൽ പറഞ്ഞാൽ മതി. വയത് കാല മൂസ ലി ഫതാഹു ലാ അബ്റഹു ഹത്ത അബ്ലുഗ മജ്മഅൽ ബഹ്റൈനി ഔ. എന്തെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ ഉടനെ ഒന്ന് നോക്കണം കേട്ടോ, കിട്ടാത്തുണ്ടെങ്കിൽ ശരി ശ്രദ്ധിക്കണം. ഔ അംലിയ ഹുക്കുബ. കിട്ടുന്നില്ലേ? ഏകദേശം കിട്ടുന്നില്ലേ? നമുക്കിവിടെ ക്ലാസ്സിന് വന്നുകൊണ്ട് നമുക്കൊരു ഗുണമുണ്ടാവണം. ക്ലാസ്സിന് വരുന്നതിന് മുമ്പുള്ള അവസ്ഥയാവരുത്. അവിടെ ക്ലാസ്സിന് പോയിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ 2 ആയത്ത് പഠിച്ചിട്ടുണ്ട്, 2 അർത്ഥം എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയണം. അല്ലെങ്കിൽ നമ്മൾ ഈ വരുന്നത് വേസ്റ്റായി പോകും. ഫലമ്മ ഫ കിട്ടുന്നടാ, ഫ എന്നിട്ട് ലമ്മ അപ്പോൾ, ലമ്മ ബലഗ രണ്ടുപേരും എത്തിയപ്പോൾ, മജ്മ ബൈനിഹിമ നസിയ ഹൂതഹുമ ഫത്തഹദ സബീലഹു ഫിൽ ബഹരി സറബ. നമ്മുടെ ഈ പഠനവും നമ്മുടെ ഈ കർമ്മവും സാലിഹാമലായി പടച്ചവൻ സ്വീകരിക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് നമ്മുടെ പഠിച്ച ആയത്തുകൾ, നമ്മൾ ഓതിയ ഖുർആൻ വചനങ്ങൾ നമുക്ക് ശഫാത്ത് പറയുന്ന ഭാഗ്യവാന്മാരെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ ഇടയിൽ ഒരുപാട് നല്ല മുറാദുകൾ, നല്ല ആഗ്രഹങ്ങൾ സഫലമാകാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നല്ല ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ, സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകൾ, രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ, ശാരീരികമായി പ്രയാസപ്പെടുന്ന ആളുകൾ. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളും പടച്ച തമ്പുരാൻ സഫലീകരിച്ച് തരുമാറാവട്ടെ. കടങ്ങൾ കൊണ്ട് വലയുന്ന ആളുകളുടെ കടങ്ങൾ അള്ളാഹു വീട്ടിൽ കൊടുക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിലും വീട്ടിലും കുടുംബത്തിലും ലോകത്തും രാജ്യത്തും എല്ലാവിധ ഫാസിസ്റ്റ് വർഗീയ ശക്തികളുടെ ഷെറുകളിൽ നിന്ന് നമ്മുടെ ഉമ്മത്തിനെ പടച്ച തമ്പുരാൻ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മളുടെ കുടുംബത്തിൽ അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് മാതാപിതാക്കളെ അനുസരിക്കുന്ന, സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന മക്കളായി വളരാനുള്ള സൗഭാഗ്യം അള്ളാഹു നമ്മുടെ മക്കൾക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന മക്കളായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ, നമ്മുടെ ഉസ്താദന്മാർ, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹപാഠികൾ, നമ്മുടെ കൂടെ പഠിച്ചവർ, നമ്മുടെ കൂടെ ജോലി ചെയ്തവർ പലരും മരണപ്പെട്ടു പോയി. അവരിന്ന് ഖബറിലാണ്. അള്ളാഹു അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.